ചിത്രത്തിലേക്ക് വരുമ്പോൾ സാഹചര്യം എന്ത് എന്നതാണ്. സരിന് ഇനി അവശേഷിക്കുന്ന ഒരു പ്രതീക്ഷ രണ്ടാം സ്ഥാനമാണ്. രണ്ടാം സ്ഥാനത്തിലെത്താൻ അദ്ദേഹത്തിന് മുന്നിൽ ഒരു സാധ്യതയുള്ളത് അപർണ, ഒരുപക്ഷെ നഗരമേഖലകളിൽ പതിവ് ശരാശരി നിലനിർത്തുകയും ഇനി അവശേഷിക്കുന്ന ഗ്രാമമേഖലകളായ പിരായിരിയിലും മാത്തൂരിലും കണ്ണാടിയിലും വോട്ടിംഗ് ശതമാനം വോട്ട് ഷെയർ കൂട്ടുകയും ചെയ്താൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് രണ്ടാം സ്ഥാനത്ത് വരാം. BJP മൂന്നാം സ്ഥാനത്ത്. പിരായിരിൽ കൂടുതൽ ലീഡ് കോൺഗ്രസ് പിടിക്കുകയും കോൺഗ്രസ് അവിടെ UDF ലീഡ് നിലനിർത്തി മുന്നോട്ട് പോവുകയും ചെയ്യും. അതായത് ഇനിയുള്ള റൗണ്ടുകൾ കഴിയുമ്പോൾ സംഭവിക്കുന്ന വീണ്ടും ഒരു ട്വിസ്റ്റാണ് സംഭവിക്കേണ്ടത് സാധാരണ രീതിയിൽ. കാരണം അവിടെ BJPയുടെ ലീഡ് മാറും, അവിടെ UDFന്റെ ലീഡ് വർദ്ധിക്കുകയാണ് ഇനിയുള്ള മിനിറ്റുകളിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു രീതി. അതാണ് പാലക്കാടിന്റെ പൊതു രാഷ്ട്രീയം. പക്ഷേ ഇത്തവണ എന്ത് സംഭവിക്കും എന്നുള്ളത് സസ്പെൻസ് തന്നെയാണ്. പക്ഷേ സംഭവിക്കാറുള്ളത് സാധാരണ രീതിയിൽ പിരായിരിയിലേക്ക് എത്തുമ്പോൾ അവിടെ UDFന്റെ ലീഡായി മാറുന്നു എന്നതാണ് ചിത്രം ഉണ്ടാവാറുള്ളത്. ഇത്തവണ അതുണ്ടായാൽ ഒരുപക്ഷേ താരതമ്യേന വോട്ട് ഷെയർ നിലനിർത്തി LDFന് പോകാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ രണ്ടാമതെത്തി മുന്നോട്ട് പോകാനുള്ള സാധ്യത സരിന് മുന്നിലുണ്ട്. സരിന് മുന്നിൽ അവശേഷിക്കുന്ന സാധ്യത അത് മാത്രമായിരിക്കും. ഏതായാലും പാലക്കാട് 4 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഇതൊരു ചിത്രം വ്യക്തമായി വരികയായിരുന്നു. സ്വാഭാവികമായിട്ടും അതൊരു ട്രെൻഡാണ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് കൂടി. കാരണം BJP ആധിപത്യം പുലർത്തുന്ന മേഖലകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിട്ട് വന്നപ്പോൾ അത് ഒരു പാലക്കാടൻ ചിത്രം. ഇതാ UDFന്റെ ഒപ്പം നിൽക്കുകയാണ്, കോൺഗ്രസിനൊപ്പം നിൽക്കുകയാണ് എന്നുള്ളൊരു ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ K. സുരേന്ദ്രൻ പോസ്റ്റ് ഇടുന്നു, വടക്കുന്നാഥന് ശേഷം വിശാലക്ഷി സമേത വിശ്വനാഥൻ എന്ന് പറയുമ്പോൾ ആ കോൺഫിഡൻസ് വെറുതെ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കഴിയുമോ? അതിലൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് എന്ത് കോൺഫിഡൻസിനാണ് നമ്മൾ വിളിക്കുമ്പോൾ പോലും. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പാലക്കാട് 963 വോട്ടുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അതാണ് സാഹചര്യം. അവർ സംഭവിച്ചത് ഇങ്ങനെയാവാനാണ് സാധ്യത. അതായത് ആദ്യ റൗണ്ടിൽ BJPയുടെ സ്വാധീന മേഖലകളിൽ അവർക്ക് നിലനിർത്താനായി. പക്ഷേ 2-3 റൗണ്ടുകളിൽ കോൺഗ്രസിന്റെ അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാവുകയും അവിടെ ലീഡ് ഉണ്ടാവുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ നടക്കുന്നത് എന്ത് തരം സസ്പെൻസ് ആണ്? ഒറ്റ മിനിറ്റിനുള്ളിലാണ് മാറുന്നത്. BJPയും കോൺഗ്രസും തമ്മിലുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം. വല്ലാത്തൊരു സസ്പെൻസ് നടക്കുന്ന റൗണ്ടുകളാണ് ഈ 4. അപ്രതീക്ഷിതമാണ് പറഞ്ഞ തർക്കമില്ല കാര്യത്തിൽ. കാരണം പാലക്കാട് ഇതല്ല പ്രതീക്ഷിച്ചത്. പാലക്കാടിന്റെ നഗരമേഖല പൊതുവിൽ ഒരു കക്ഷിക്ക് തന്നെ പിന്തുണ കൊടുക്കാറാണ് പതിവ്. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ അത് BJPക്കാണ് കിട്ടിയിരുന്നത്. അതാണ് വോട്ടെണ്ണൽ ദിവസം കണ്ടുവന്നിരുന്നതും. പക്ഷേ ഇവിടെ തുടക്കത്തിൽ തന്നെ മാറി പറയുന്നു, UDF വരുന്നു, BJP വരുന്നു, UDF വരുന്നു, ഇതാ വീണ്ടും BJP വരുന്നു. ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടത്. പക്ഷേ ഇനിയും മാറിയേക്കാം റൗണ്ടുകൾ. ഞാൻ സജിത്ത് നേരത്തെ പറഞ്ഞതിലൂടെ എനിക്ക് ചേരാൻ പറ്റാത്തത്, എവിടെയാണ് സരിൻ, എവിടെയാണ് ഇടത് സ്ഥാനാർത്ഥി? ഈ ട്വിസ്റ്റിലൊന്നും ഇടത് സ്ഥാനാർത്ഥി എവിടെയും കാണാനില്ല. കൃത്യമായ ദിവസം ഇന്നലെ കൂടെ സരിൻ പറഞ്ഞ ഒരു കണക്കുണ്ട്. സരിൻ പറഞ്ഞ ഒരു കണക്ക് നഗരമേഖലയിൽ നിന്ന് തുടങ്ങി ഇടതുപക്ഷം ഉറപ്പാക്കുന്ന ഒരു പ്രാതിനിധ്യമുണ്ട്. C. കൃഷ്ണകുമാർ പുച്ഛിച്ചു കളഞ്ഞത് നമ്മുടെ പ്രൈം ഡിബേറ്റിൽ തന്നെ. എവിടെയാണ് ഇടത് സ്ഥാനാർത്ഥി? ചിത്രത്തിൽ എവിടെയുമില്ല. കോൺഗ്രസും BJPയും തമ്മിൽ, UDFും NDFും തമ്മിൽ മാത്രമാണ് മത്സരം. പാലക്കാട് ഒരു തർക്കവുമില്ല. അതെ അപർണ, ഈ സരിന്റെ അവകാശവാദങ്ങൾ തെറ്റിയിട്ടുണ്ട്. ശരി തന്നെയാണ്, ഇവിടെ തെറ്റിയിട്ടുണ്ട്. പക്ഷേ അവശേഷിക്കുന്നത് സരിന് വിജയമല്ല, രണ്ടാം സ്ഥാനമാണ്. രണ്ടാം സ്ഥാനത്തുള്ള സാധ്യത ഇനിയും ഉണ്ട് എന്ന് ഈ കണക്കുകൾ വിലയിരുത്തി വേണമെങ്കിൽ നമുക്ക് കരുതാം. അതെങ്ങനെയെന്ന് വെച്ചാൽ നഗരസഭാ മേഖലകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ തന്റെ വോട്ട് ഷെയർ താരതമ്യേന നഷ്ടപ്പെടുത്താതെ ഭേദപ്പെട്ട് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ഗ്രാമമേഖലകളിൽ BJPയുടെ വോട്ട് ഷെയർ കുറവും അവിടെ UDFന്റെയും LDFന്റെയും ഉയർന്നു നിൽക്കുകയും ചെയ്യും. ആ ഷെയറുകളുടെ കൂട്ടിക്കിഴക്കലുകൾക്കൊടുവിൽ ഒരു പക്ഷേ രണ്ടാമതെത്താനുള്ള സാധ്യത സരിനുണ്ട് എന്നത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത്തരമൊരു സാധ്യത മുന്നിലുണ്ട് താൻ. നമുക്ക് നോക്കാം സജിത്ത്. ഏതായാലും എനിക്ക് അത്രയും പ്രതീക്ഷ ഇടത് പക്ഷത്തിന് പാലക്കാട് ഞാൻ കൊടുക്കുന്നില്ല. പക്ഷേ